തിരുവനന്തപുരം പേരൂർക്കടയിലെ അലങ്കാര ചെടി വിൽപ്പനശാലയിലെ ജീവനക്കാരി വിനീതയെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതി രാജേന്ദ്രൻ കുറ്റക്കാരനെന്ന് കോടതി. തിരുവനന്തപുരം 7ാം അഡീഷണൽ സെഷൻസ് ജഡ്ജി പ്രസൂൺ മോഹനാണ് വിധി പറഞ്ഞത്. കേസ് ഈ മാസം 21-ന് വീണ്ടും പരിഗണിക്കും. പേരൂർക്കട അമ്പലമുക്കിലെ അലങ്കാരച്ചെടി വിൽപ്പന കേന്ദ്രത്തിലെ ജോലിക്കാരിയായ വിനീത കൊല്ലപ്പെട്ട കേസിൽ പ്രതി രാജേന്ദ്രൻ കുറ്റക്കാരനാണെന്ന് കോടതി. തിരുവനന്തപുരം 7ാം സെഷൻസ് കോടതിയുടേതാണ് വിധി. 2022 ഫെബ്രുവരി 6-നാണ് തിരുവനന്തപുരം നഗരത്തിൽ നടുക്കി അമ്പലമുക്കിലെ അലങ്കാരച്ചെടി വിൽപ്പന കേന്ദ്രത്തിലെ ജോലിക്കാരി വിനീത കൊല്ലപ്പെട്ടത്. തമിഴ്നാട് സ്വദേശിയായ രാജേന്ദ്രനായിരുന്നു പ്രതി. ഏപ്രിൽ 2-ന് വിചാരണ നടപടികൾ പൂർത്തിയാക്കിയതോടെയാണ് കേസിൽ ഇന്ന് വിധി പറഞ്ഞത്. 7 റിപ്പോർട്ടുകളാണ് കോടതി ആവശ്യപ്പെട്ടത്. കേസ് ഈ മാസം 21-ന് വീണ്ടും പരിഗണിക്കും. വിനീതയുടെ കഴുത്തിൽ കിടന്ന 4.5 പവന്റെ മാല സ്വന്തമാക്കാനാണ് രാജേന്ദ്രൻ കൊല നടത്തിയത്. അമ്പലമുക്ക് ജംഗ്ഷനിൽ മറ്റൊരു സ്ത്രീയെ ലക്ഷ്യമിട്ടാണ് താൻ എത്തിയതെന്നായിരുന്നു രാജേന്ദ്രൻ പോലീസിന് നൽകിയ മൊഴി. ചെടി വാങ്ങാനെന്ന വ്യാജേന പ്രതി വിനീതയ്ക്ക് മുന്നിലെത്തുകയായിരുന്നു. ചെടി വാങ്ങാനല്ല, മാലയിലാണ് കണ്ണെന്ന് കണ്ടതോടെ വിനീത ബഹളം വെച്ചു. തുടർന്ന് പിടിവലിയായി. ഇതോടെ കയ്യിൽ കരുതിയ കത്തിയെടുത്ത് കുത്തി വീഴ്ത്തുകയായിരുന്നു. മുട്ടടയിലെ കുളത്തിൽ കത്തി ഉപേക്ഷിച്ച ശേഷം ഇവിടെ നിന്ന് സ്കൂട്ടറിൽ ലിഫ്റ്റ് ചോദിച്ച് ഉള്ളൂരിലെത്തി. തുടർന്ന് മറ്റൊരു ഓട്ടോറിക്ഷയിൽ കയറി പേരൂർക്കടയിലെത്തുകയായിരുന്നു. പേരൂർക്കട സർക്കാർ ആശുപത്രിക്ക് സമീപമുള്ള ചായക്കടയിലെ ജീവനക്കാരനായിരുന്നു രാജേന്ദ്രൻ. തമിഴ്നാട്ടിലും അരും കൊലകൾ നടത്തിയ ശേഷമാണ് രാജേന്ദ്രൻ കേരളത്തിലേക്ക് എത്തിയത്. ജനം, തിരുവനന്തപുരം.